ജ്യേഷ്ഠൻ അതൊരു കാരണമല്ലേക്കാണ്. അദ്ദേഹത്തെ പേടിയേക്കാണ്, ബഹുമാനം കൊണ്ടുള്ള പേടി. ആ ബഹുമാനം കൊണ്ടുള്ള പേടി കുറേ തെറ്റുകൾക്ക് നമ്മളെ നയിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും അഞ്ചലുകൾക്ക് അനുഭവം ഉണ്ടാകും. ജ്യേഷ്ഠൻ കാണണ്ട, അഞ്ചൻ കാണണ്ട എന്ന ഒരു പേടി. പിന്നെ രണ്ടാമത് എനിക്ക് എൻ്റെ അഞ്ചനുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം, ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ഞാൻ ആരോഗ്യപരമായി വളരെ ലൈഫായിരുന്നു, വളരെ തടി കമ്മിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എനിക്കത് നേരിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞാൽ ഒരാൾ തല്ലു വെക്കാണെങ്കിൽ ഒരാൾ കുട്ടികൾ സ്കൂളിൽ ചെറിയ ഫൈറ്റ് നടന്നു. അപ്പോൾ അതൊക്കെ കുട്ടിക്കാലം മുതൽ കൈകാര്യം ചെയ്തത് ഓനായിരുന്നു. അപ്പോൾ അഞ്ചനെ കൊണ്ട് ആ കാലഘട്ടം മുതൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ 6, 7, 8, 9 ഒക്കെ ഒന്നിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു ക്രെഡിറ്റായിട്ടാണ് തോന്നുന്നത്. കാരണം എനിക്കെൻ്റെ അഞ്ചനൊപ്പം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അതുണ്ടായിട്ടുണ്ട്. അതുമാതിരി നേടിയെടുക്കേണ്ട കാര്യം ഞങ്ങൾ ബിസിനസ്സാണെങ്കിലും കുടുംബ പശ്ചാത്തലമാണെങ്കിലും ഞങ്ങളെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഇന്നിപ്പോൾ ജ്യേഷ്ഠാനുജനും മറ്റേ വേറെ ജ്യേഷ്ഠനുണ്ട്. പക്ഷേ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ജ്യേഷ്ഠനും എതിര് നിൽക്കലില്ല. ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് 100% സത്യസന്ധമായിരിക്കും. പിന്നെ ഇപ്പോൾ ബാപ്പാൻ്റെ മരണശേഷം ഞങ്ങളിപ്പോൾ പറഞ്ഞില്ലേ 12 മക്കളുണ്ടായിരുന്നു. ആ 12 മക്കളും ഞങ്ങൾക്ക് അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഭംഗിയായി അവർക്കൊക്കെ വീതിച്ചു കൊടുക്കാനും കുടുംബത്തിൽ ഐശ്വര്യം ജ്യേഷ്ഠാനുജ ബന്ധം നിലനിർത്താനും അതുമാതിരി കുടുംബ ബന്ധം നിലനിർത്താനും എല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇനിയിപ്പോൾ കൂടുതലായി വ്യക്തിബന്ധമുള്ള കാര്യങ്ങളല്ലേ കൂടുതൽ വേണ്ട. അതുമാതിരി നിങ്ങളും ജ്യേഷ്ഠാന്മാർ വളരെ ഭംഗിയായി കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ മറുപടി നിങ്ങൾക്ക് തൃപ്തികരമായിരുന്നു.